ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബൈബിളിലെ പഴയ നിയമത്തിലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് വാക്യങ്ങൾ പറയാനാണ്. ആദ്യമേ സുവിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിൻ്റെ ഹെഡിങ് തന്നെ സോളമൻ്റെ സുഭാഷിതങ്ങൾ എന്ന് തന്നെയാണ്. നമുക്ക് കേട്ടു നോക്കാം. യൂദാ രാജാവായ ഹെസക്കിയായുടെ ആളുകൾ പകർത്തിവെച്ച സോളമൻ്റെ സുവിശേഷങ്ങളാണ് താഴെ പറയുന്നവയും. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ്. വെള്ളിയിൽ നിന്നും കിട്ടം മാറ്റി കളഞ്ഞാൽ പണിക്കാരന് പാത്ര നിർമ്മാണത്തിനുള്ള പദാർത്ഥമായി. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും. രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമ്പന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. എന്നാൽ രാജസന്നിധിയിൽ വെച്ച് പിറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ്. കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത്. എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരാൻ തെളിയിച്ചാൽ എന്തു ചെയ്യും? അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക. മറ്റൊരുവൻ്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അവൻ അത് കേൾക്കാനിടയായാൽ നിന്നെ ദണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കീർത്തി ഉണ്ടാവുകയും ചെയ്യും. ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ വെറുതെ പൊക്കി പറയുന്നൊന്നുമല്ല, ബട്ട് ഇറ്റ്സ് ട്രൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നതിന് ഉത്തമമായ ഉദാഹരണങ്ങളടങ്ങിയ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളടങ്ങിയ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ബൈബിൾ. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളും അല്ലാത്തവരും ആരായാലും ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സോളമൻ രാജാവ്, ദാവീദിൻ്റെ മകൻ സോളമൻ രാജാവ് എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ സോളമൻ്റെ സുഭാഷിതങ്ങളും സോളമൻ്റെ ബൈബിളിലെ ഒത്തിരി കാര്യങ്ങളും പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാവും സോളമൻ്റെ എത്ര ജ്ഞാനം. സോളമനാണ് ജെറുസലേം ദേവാലയം നിർമ്മിച്ചത് എന്നും നമുക്ക് പറയപ്പെടുന്നുണ്ട്. പണ്ട് നടന്ന കാര്യമാണ്. ബട്ട് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ദൈവവുമായിട്ട് എത്ര അടുത്താണ് ജീവിക്കുന്നതെന്ന്. ഇതെൻ്റെ വിഷയമല്ല, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു പോവുകയാണ്. നമ്മൾ ദൈവവുമായിട്ട് അടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ട വഴി അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ട വഴി, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വേക ദൈവം എന്നാണല്ലോ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ലോകത്തിനെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ട്രിനിറ്റി, അതായത് ത്രിത്വേകം എന്ന കാര്യം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ലായിരുന്നു. പുത്രനായ ദൈവം ഈശോ മിശിഹ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യനായി അവതരിച്ച് നമ്മൾ നടക്കേണ്ട വഴികൾ നമ്മളെ ബോധ്യപ്പെടുത്തി നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷിതനായിരിക്കുകയാണ്. ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വെളിപാട് പുസ്തകം വായിച്ച യോഹന്നാൻ്റെ വെളിപാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ലോകാവസാനം നടക്കും. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിൽ പറയപ്പെടുന്നതും പുതിയ നിയമത്തിൽ പറയപ്പെടുന്നതുമായ കാര്യങ്ങൾ
വ്യർത്ഥമായിട്ടൊരു വാക്ക് പോലും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുത്രനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളിൽ വന്ന് വാസം ഉറപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ജ്ഞാനവും അറിവും വിവേകവും എല്ലാം ഉണ്ടായി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ഭൂമിയിൽ എങ്ങനെ വളരണമെന്നും അങ്ങനെ ദൈവസന്നിധിയിൽ എങ്ങനെ എത്തിച്ചേരണമെന്നും എന്നുള്ള അറിവ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളിൽ വാസം ഉറപ്പിക്കട്ടെ. പുത്രൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും തീക്ഷ്ണമായിട്ട് ഒരുങ്ങാം. ലോകാവസാനത്തിൽ നമ്മൾ ഒരിക്കലും നരകത്തിലേക്ക് ചെന്ന് എത്തിച്ചേരാതെ സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം അങ്ങനെയായി തീരട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീരാനുള്ള ഒരു വിളിയാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. പുത്രനായ ദൈവം നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആ ഒരു ക്ഷണം സ്വീകരിച്ച് നമ്മുടെ പ്രവൃത്തികളും ദൈവത്തിന് യോജിച്ച വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ നന്മ നേടാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.